ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഡിഷ് എന്താണെന്നറിയോ? മലയാളികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള കപ്പേനെ കൊണ്ടുള്ള രണ്ട് ഡിഷാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കാണാം. ഇനി നമുക്ക് കപ്പ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. വലിയൊരു കപ്പ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഇവിടെ ഒന്നും ഉണ്ടായതല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ കപ്പയെല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊത്തി അരിഞ്ഞാൽ മതി. കപ്പ കൊണ്ടുള്ള രണ്ട് ഡിഷിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? പിന്നെ ഇതുപോലെ ക്യൂബ് ഷേപ്പിൽ ഇത് പുഴുങ്ങാൻ വേണ്ടിയും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാം. കുക്കറിലാകുമ്പോൾ ഒറ്റ വിസിലിൽ വെന്ത് കിട്ടും. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം മുങ്ങത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു വിസിൽ വേവിച്ചെടുക്കാം. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ബാക്കിയുള്ളത് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ വറക്കണം, പിന്നെ വറ്റൽമുളക് എല്ലാം ചതക്കണം, അങ്ങനത്തെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വേവിക്കാൻ വെക്കാം. ഇനി ഇത് നമുക്ക് പുഴുങ്ങാൻ വെക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വെന്തോന്ന് ഒന്ന് നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഈ വിസിൽ അങ്ങോട്ട് എടുക്കാം. പിന്നെ ഈ ഗ്യാസ് കട്ടും കൂടി നമുക്ക് മാറ്റാം. എന്നിട്ട് വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഇത് ഇങ്ങനെ തന്നെ ഊറ്റിയെടുക്കാം. ഇതിന് ഗ്യാസ് കട്ട് ഇല്ലാത്തത് കാരണം ഇതിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഗ്യാപ്പ് വഴി നമുക്ക് വെള്ളം വേഗം തോർന്നു പോയിക്കോളും. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അത് തയ്യാറാക്കാം. ആവശ്യമായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയുടെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ടേക്ക് വറക്കാം. തീയൽ ഉണ്ടാക്കുന്നത് പോലെ ബ്രൗൺ ആയിട്ട് വറക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണം എടുക്കാം. അതും ഇതിലോട്ടേക്ക് ചേർക്കുന്നുണ്ട്. നടുവേ കീറിയ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി 2 തണ്ട് കരിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്കൊന്ന് ബ്രൗൺ ആകുന്നവരെ, നല്ല ബ്രൗൺ ആവേണ്ട, ഒരു ഇളം നിറത്തിൽ വരുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. തേങ്ങയും ഉള്ളിയും വറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. വെളിച്ചെണ്ണയിൽ എല്ലാം കൂടി ഒന്ന് വറക്കുമ്പോഴേ എന്തൊരു മണം. അപ്പോൾ ഏകദേശം ഇത്ര ആയാൽ മതി കേട്ടോ. ഇതോ കണ്ടില്ലേ? ഇതിലോട്ടേക്ക് തന്നെ ഒരു 3 വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാക്കി എടുക്കാനാണ്. എരിവുള്ള മുളകാണെങ്കിൽ 3 എണ്ണം മതി. ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലോട്ടേക്ക് ഈ 3 വറ്റൽമുളകും, ഒരു 3 ചെറിയ ഉള്ളി, ഒരു 4 വെളുത്തുള്ളി, ഇത് നമുക്ക് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ? ഇതുപോലെ ചതച്ചെടുത്താൽ മതി. അപ്പോൾ 1.5 സ്പൂണ് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇത് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലോട്ടേക്ക് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ അങ്ങനെ ഇട്ടതല്ലേ, അപ്പോൾ അതിൻ്റെ ഒന്ന് പച്ചമണം മാറിക്കോട്ടെ. ഈ കപ്പയിലോട്ടേക്ക് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വേപ്പില കൂടെ ഇങ്ങനെ വെതറി കൊടുക്കാം. അങ്ങനെ എൻ്റെ കപ്പ പെരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്.
അപ്പൊ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ ഒക്കെയാണ് ടേസ്റ്റ്. പക്ഷെ ഇന്ന് ഞാൻ അത് ഉണ്ടാക്കിയില്ല. പകരം കുറച്ച് ഉണക്കമീൻ വറക്കുന്നുണ്ട്. അങ്ങനെ കപ്പ പുഴുങ്ങിയതും പിന്നെ കപ്പ പെരട്ടിയതും, അങ്ങനെ 2 ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, നമ്മൾ മലയാളികൾക്ക് അറിയാത്തതോ ഇല്ലല്ലോ. അപ്പൊ ഇന്ന് മീൻ കറിയോ ചിക്കൻ കറിയോ ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ പിന്നെ ഇതിന് നല്ല കട്ടിയുള്ള തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ മേലെ കുറച്ച് ഉള്ളിയും കൂടി വെതറി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്, നല്ല കോമ്പിനേഷൻ ആണ്. കപ്പ പുഴുങ്ങിയതിന് ഞാൻ കുറച്ച് അച്ചാറാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് മീനോ ചിക്കനോ ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ ഈ കപ്പയുടെ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.